ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഇരുന്ന് ഒരു ലൈൻ പറയും, അത് ഒരു പാട്ടുണ്ടാക്കണം. മ്യൂസിക് ആദ്യം പുള്ളി ഉണ്ടാക്കണം, വരി നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടത് നമ്മുടെ ക്യാമറമാനെ കുറിച്ചാണ്, പുള്ളിയുടെ സ്വഭാവങ്ങൾ. അപ്പൊ ഞാൻ പറയാം, കേട്ടോ പാട്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു സിനിമ പാട്ട് ഞാൻ പാടാം. ലോകം മുഴുവൻ സുഖം ഞാൻ പറഞ്ഞു ഒരു മ്യൂസിക് ദാസേട്ടനെ കുറിച്ച് ഒരാളോട് പെട്ടെന്ന് ഇതേപോലെ ജനതാശംസ പറയാൻ വേണ്ടി ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. പിറ്റേന്ന് ദാസേട്ടന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കണം. ഇയാളെ കുറിച്ച് മാപ്പിളപ്പാട്ട് എഴുതി മാത്രം പരിചയമാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് കമ്പോസ് ചെയ്ത പാട്ട് തന്നെ മലയാളത്തിന്റെ കുടമേ യേശുദാസ് എന്ന ഇമ്പക്കനിയേ യേശുദാസ് എന്ന ഇമ്പക്കനിയേ. മാപ്പിളപ്പാട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ദാസേട്ടനെ പറ്റി എഴുതിയതിൽ ഏറ്റവും ബെസ്റ്റ് അത് നാദുഷിക്ക് എഴുതിയ പാട്ടാണ്. ഗായകരിൽ രാജനായി അല്ല നാദുഷാക്ക ഈ നടന്മാരെല്ലാം കുറിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗദീഷ്, റിസബാവ, കരമന മുടി വേണു, ഗംഗേറ്റൻ ഗോപി, ഒടുവിൽ ഉമ്മർ, മുരളി, ജനാർദ്ദൻ മുരളി. അങ്ങനെ പുള്ളി പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ സിനിമയിൽ തന്നെ വേറൊരു പാട്ടിലേക്ക് വലുതല്ലേ? അല്ല ആ പാട്ട് അത് പറഞ്ഞേ പുള്ളിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് എനിക്ക് പുള്ളിയുടെ സ്വഭാവം മൊത്തം അറിയാം. എന്നോട് അതിൽ വേറെ കാര്യം ഉണ്ടായത് എന്താ അറിയോ, നിങ്ങളുടെ കൂടെ കൂടിയാലേ മൂപ്പര് പാട്ട് പാടുള്ളൂ എന്ന് മനസ്സിലായി. ഇവിടെ അസലായിട്ട് പാട്ട് പാടുന്നത് അതല്ലേ? ഇതേ സംഭവം അന്നുണ്ടായത് ജനങ്ങളുടെ മൈക്ക് വാങ്ങിയിട്ട് മൈക്ക് വന്ന് തിരിച്ചു കിട്ടുന്നില്ല. ഞാനും വിവരം ഇത് എപ്പം കിട്ടുന്നു വിവരം എന്നോടൊന്ന് ചെവിയിൽ ചോദിക്കണം, ഒന്ന് മേടിക്കാവോ? അത് ആവേശം കയറിയതാ. ഒരു ടൂണിട്ടോ എനിക്ക് മറ്റേ ദാസറിന്റെ പാട്ടിന് വരുന്നു. അതിലേക്ക് പിടിച്ചേക്കുവാ. മേരി പപ്പ നമ്മുടെ പപ്പ. അല്ല വരി പാടണ്ട, റമ്മി കൊടുക്കണ്ടേ? പുള്ളിയെ ഡമ്മിയാണ് ഇത്. നിങ്ങൾ നമ്മുടെ പപ്പ ഇട്ട ഷർട്ടു കാണാൻ എന്തു ഭംഗിയാ, ഷർട്ടു കാണാൻ എന്തു ഭംഗിയാ. നമ്മുടെ പപ്പ നമ്മുടെ പപ്പ, നമ്മുടെ പപ്പ ആ പപ്പ പപ്പ. അല്ല ഇവിടെ അതിനിടയ്ക്ക് അല്ല മറീന അതിന്റെ ഇടയ്ക്ക് ഞാനാന്ന് പറഞ്ഞു. എന്താ സംഗതി പപ്പയുടെ മനുഷ്യണ്ട് സുഹൃത്തുക്കളെ, അതായത് നമ്മൾ വിചാരിക്കും ഈ നാനല്ല ഇത്. ഇദ്ദേഹം ഒരു ഐഡന്റിറ്റി മാറ്റുന്ന ആളാണ്. അതായത് നാന സിനിമ വാരികയിൽ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാനയിൽ വന്ന പങ്ക്തിയില് ബിബിൻ ജോർജ് ഹീറോ ആവുന്ന കൂടലില് 3 നായികമാരോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഈ പപ്പയാണ്. പപ്പയിട്ട ഡ്രസ് കാണാൻ ഭംഗിയാ, പപ്പയിട്ട ഡ്രസ് കാണാൻ നാനയിലും വന്നു നമ്മുടെ പപ്പ നമ്മുടെ പപ്പ നമ്മുടെ പപ്പ നമ്മുടെ പപ്പ. Ultra modern
മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.